ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാർ പ്രതിഷ്ഠാ ദിനത്തിലെ പൊതു അവധിയാണ് പ്രഖ്യാപിച്ചത്. തെലങ്കാനയിലെ ഇപ്പോഴത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആ കാലത്ത് ബാബറി മസ്ജിദ് തകർത്ത സമയത്ത് ABVPയുടെയും RSSന്റെയും നേതാവായിരുന്നു. ഇതൊക്കെ പഴയ കാര്യമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ മനോരമേ? എന്തേ ഇതൊന്നും ഓർക്കാത്തത്? എന്തേ ഇവരെ വെള്ളപൂശാൻ വലിയ താല്പര്യം? കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ നിന്നൊരു BJP അംഗം എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടല്ലോ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിച്ച ഒരു പ്രശ്നമായിരുന്നില്ലേ അത്? KC വേണുഗോപാലായിരുന്നല്ലോ അവിടെ നിന്നുള്ള രാജ്യസഭാ അംഗം. അദ്ദേഹം രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഞങ്ങൾ അന്നേ പറഞ്ഞു, ഈ രാജി BJPക്ക് ഒരു അംഗത്വത്തെ കൊടുക്കുകയാണ് ചെയ്യുക. അതല്ലേ സംഭവിച്ചത്? പോട്ടെ, തോക്കും. പ്രതിപക്ഷമല്ലേ കോൺഗ്രസ്? അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൂടെ? സ്ഥാനാർത്ഥിയെ നിർത്തിയോ? എന്താ അതിന്റെ അർത്ഥം? മലയാള മനോരമയാണ് പറയേണ്ടത്. ഇവിടെ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം, മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടണം, മനുഷ്യനായി ജീവിക്കാനുള്ള സാഹചര്യമുണ്ടാവണം. അതിനുള്ള പ്രവർത്തനമാണ് CPIM നടത്തുന്നത്. CPIM അടക്കമുള്ള LDFും LDF സർക്കാരും നടത്തുന്നത്. ഒരു വർഗീയതയോടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇവിടെ സ്വീകരിക്കുന്നത്. ആ കാര്യം എല്ലാവർക്കും നല്ലതുപോലെ വ്യക്തതയുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളെ RSS ബന്ധം ഏതെങ്കിലും തരത്തിൽ ആരോപിച്ച് നാടിൻ്റെ മുന്നിൽ ഇതാ RSSന്റെ ബന്ധക്കാർ വന്നിരിക്കുന്നു എന്നൊരു ചിത്രം ഉണ്ടാക്കാമെന്ന് ഒരു വ്യാമോഹം വേണ്ട. ഞങ്ങളത് തികഞ്ഞ അവജ്ഞയോടെ തള്ളിക്കളയാണ്. ഈ കാര്യത്തിൽ ഞങ്ങളുടെ ജീവിതവും പ്രവർത്തനവും എല്ലാം സുതാര്യമായിട്ടുള്ളതാണ്. വിട്ടുവീഴ്ചയില്ലാതെ വർഗീയതയ്ക്കെതിരെ പോരാടിയ ചരിത്രമാണ്.